അഷ്ല എന്തോ വൈകുന്നേരമായിട്ട് ചായക്ക് എന്താ കടിക്കാൻ? ചായക്കൊന്നുമില്ല. ഒന്നുമില്ലേ? എന്തെങ്കിലും ഉണ്ടാക്കടി. നമുക്ക് മിക്സർ ഉണ്ടാക്കിയാലോ? ഓക്കെ, എന്നാ മിക്സർ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. കൂടുവോ? പിന്നല്ലാതെ. എന്നാവാ. എന്തൊക്കെയാണോ ഇതിൽ വേണ്ട? ഇതിന് നമുക്ക് കടലമാവ് വേണം ആദ്യം. കടലമാവ്. ഇത് എത്ര പേർക്കുള്ള ഉണ്ടാക്കുന്നത്? നമുക്ക് കഴിക്കാൻ എനിക്കങ്ങനെ കറക്റ്റ് അളവൊന്നും അറിയത്തില്ല. എന്തായാലും അതായത് 1:2 എന്ന് പറയുന്ന റേഷ്യോയിലാണ് വേണ്ടത് കടലമാവും അരിപ്പൊടിയും. അതായത് ഇപ്പൊ നമ്മള് 2 തവി കടലമാവ് ഇട്ടു, അതിന് 1 തവി എന്താ പറയാ അരിപ്പൊടി 1 തവി. ഞാൻ ഏകദേശം ഇപ്പം 3 തവി കടലമാവും 1.5 തവി അരിപ്പൊടിയും ഇട്ടു. ഇതിന് മുന്നേ മിക്സർ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ടുണ്ട് പണ്ട് വീട്ടില്. പിന്നെ കുറച്ച് മുളക് പൊടി എന്തിനാ കളർ കിട്ടാനാ? ഒരു ചുമന്ന കളറൊക്കെ കിട്ടണ്ടേ. പിന്നെ മഞ്ഞൾപ്പൊടി. പിന്നെ കായ ഇടുന്നുണ്ട്. നമ്മുടെ കായം മറ്റേ പൊടിയല്ല, അതുകൊണ്ട് ഇടുന്നില്ല. കായ ഇടാറുണ്ടല്ലോ ഇതില്? കുറച്ചിടാം. പിന്നെ ഞാൻ ഒഴിക്കുന്നത് ഇത് ഉപ്പ് കലക്കിയ വെള്ളമാണ്. നമ്മള് ഇടിയപ്പത്തിന് കുഴക്കുന്ന പരുവത്തില് കുഴക്കുക. ലൂസാവണോ അതോ ഇടിയപ്പത്തിന്റെ അപ്പൊ ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ഇടിയപ്പത്തിന് പാകമല്ലല്ലോ. ലാസ്റ്റ് ഉണ്ടാക്കിയേ? ഞാൻ വീട്ടിലുള്ളപ്പോഴാണ് ഉണ്ടാക്കി, ഇവിടെ നമുക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ആഷ്ലി ഇന്ന് മിക്സർ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞപ്പോഴേ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ആഷ്ലി മിക്സറൊക്കെ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഇടയ്ക്കൊക്കെ അല്ലേ ഇങ്ങനെ കിട്ടുള്ളൂ. നമ്മള് പിന്നെ ഇടയ്ക്ക് ഇന്നിപ്പോ വൈകുന്നേരം മഴയൊക്കെ ആയപ്പോ ഇങ്ങനെ മിക്സറൊക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള ഒരു ധാരണ കിട്ടിയതാണ്. ആയോടത്? ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ്. പിന്നെ മിക്സറോ? ഞാൻ അത് ആദ്യമായിട്ടാട്ടോ നമ്മുടെ ഇവിടെ ഇങ്ങനെ മിക്സർ ഉണ്ടാക്കുന്നവരുണ്ടാവും. ഇതിന് വലിയ പരിപാടി പണിയെടുക്കണ്ടല്ലോ. അതെ, ആകെയുള്ള ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇടിയപ്പത്തിന്റെ ഇതില് അച്ചിലിട്ട് എന്താ പറയാ പിഴിയണം. അതൊരു ടാസ്ക് ആണ്. അല്ലെങ്കിൽ ഇതിപ്പം കുഴച്ചു വെച്ചു, നമ്മള് എണ്ണ ചൂടാക്കുന്നു, ഇടുന്നു, മിക്സർ റെഡി. കടയിൽ ഇപ്പൊ എത്ര കാലമായ എണ്ണയൊക്കെയാന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ലല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോ അത് ഹെൽത്തി ആണോന്ന് ചോദിച്ചാൽ കടയിലെ വെച്ച് നോക്കുമ്പോ നല്ലതാണ്. എല്ലാ സ്നാക്സും അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ സിമ്പിൾ ആയിട്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയമില്ല. ഇന്നിപ്പോ സമയം ഉണ്ടായോണ്ട് ഉണ്ടാക്കുന്നത്. ഏകദേശം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. കുഴച്ചിട്ടുണ്ടോ? നല്ല സ്മൂത്ത് ആയിട്ട് ഉണ്ടാവും. അതെ, അതുകൊണ്ട് ഇച്ചിരി അരിമാവ് തന്നെ ഇടിയപ്പത്തിന്റെ അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല ഇത് പിഴിഞ്ഞെടുക്കാനായിട്ട്. പിഴിയാൻ സഹായിക്കണം കേട്ടോ. തീർച്ചയായും. ഇനി നമുക്കൊന്ന് നോക്കാം. ഉപ്പുണ്ടോ? ഓൾ സെറ്റ്. ഇത് സംഭവം റെഡി ആയില്ലേ? ഇത്രോ? ഇനി നമ്മളെ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെക്കാം. എണ്ണ ചൂടാക്കണം അല്ലേ? ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഡയറക്റ്റ് നമ്മൾ പിഴിഞ്ഞു വെച്ചാൽ മതി. അതിലേക്ക് ഡയറക്റ്റ് നമ്മൾ പിഴിയുക ചെയ്യുന്നത്? വലിയ ടാസ്ക് അത്. ടാസ്ക് അല്ല, എണ്ണ തെറിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൊള്ളും. അതൊക്കെ നോക്കണം. ഇത് ആഷ്ലി എവിടുന്ന് മിക്സർ ഉണ്ടാക്കാൻ പഠിച്ചത്? യൂട്യൂബിലാ? നല്ല യൂട്യൂബേഴ്സ് ഉണ്ടാക്കുന്ന മിക്സർ നോക്കി പഠിച്ച. നമുക്ക് നോക്കാട്ടോ. നീ നമ്മുടെ യൂട്യൂബ് ചാനലും നോക്കി കണ്ട കാര്യത്തിൽ ചെയ്തോളേ. അതെ. ഇത് നീ ഓയിൽ സൺഫ്ലവറാ അതോ എണ്ണയാണോ? സൺഫ്ലവർ ഓയിൽ എന്ന് പറഞ്ഞ് നമ്മൾ മേടിക്കുന്ന ഓയിൽ. സൺഫ്ലവർ ആണോ അല്ലെന്ന് ചോദിച്ചാ അത് ശരിയാട്ടോ. സൺഫ്ലവർ ഓയിൽ എന്ന് പറഞ്ഞ നമ്മൾ വാങ്ങുന്നതൊന്നും സൺഫ്ലവർ ഓയിൽ ഒന്നും അല്ല കേട്ടോ. അത് വെറുതെ പറ്റിയിട്ടാണ്. ചൂടാകുമ്പോഴത്തേക്കും പിരിയേണ്ട ഉത്തരവാദിത്തം ജോഡയാണ്. ഓക്കെ, ഇത് അത്യാവശ്യം ഉണ്ടാവൂല്ലേ കഴിക്കാന്? നമുക്ക് എന്തായാലും വൈകിട്ട് ചായക്ക് കഴിക്കാനുള്ളതാണ്. ഇത് ഫുള്ള് ഇതിലേക്ക് പിഴിഞ്ഞിടണോ? യെസ്, ഫുള്ള് പിഴിഞ്ഞിടണം. പൊട്ടിക്കണോ അതോ? പൊട്ടിക്കൊന്നും വേണ്ട, അത് ഇട്ടാ മതി. അങ്ങനെ പിഴിഞ്ഞ് ഒന്ന് ചുറ്റിച്ച് ആ എണ്ണയിൽ ഫുള്ള് കേട്ടോ, അടിക്കരിക്കാതെ. ഓക്കെ, തെറിക്കൊന്നുമില്ലല്ലോ അതെ? ഇല്ല.
മതിയോ? ഏകദേശം മതി മതി ഏഹ് അത് മതി അത് നമ്മുടെ മതി പാത്രത്തിൽ ഇത്ര മതി അല്ലേ? മതി മതി. ഇനി അത് രണ്ട് സൈഡും നല്ലപോലെ തീ ഒന്ന് ഇച്ചിരി കൂട്ടി വെക്ക്. ഇച്ചിരി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേഗം വറുത്തെടുക്കണം. എന്നിട്ട് ഇനി ഇളക്കണോ? ഇച്ചിരി ഒന്ന് മൂത്തിട്ട് ഇളക്കുക. ഇച്ചിരി നോക്കണം അല്ലേ? ഇതില് മുളക് പൊടി നമ്മൾ കുറച്ചാട്ടെ. അതെന്താ? നമുക്ക് എനിക്ക് അത്ര എരിവ് വേണ്ട. ഇനി എരിവ് വേണ്ടവർക്ക് നമ്മള് മുളക് പൊടി കുറച്ചുകൂടെ ഇത് കഴിഞ്ഞിട്ടാ മതിയോ? ഇളക്കല ഇച്ചിരി മൂക്കാതെ ഇളത്ത് കഴിഞ്ഞാ കുഴഞ്ഞു പോയാലോ പാളിയ പണി പാടും. കുഴയാൻ പാടില്ല അല്ലേ? നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണ്ടേ. ഇനി നമുക്ക് വേറെ നമ്മുടെ യൂട്യൂബ് ചാനൽ വേറെ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് ഇതുപോലത്തെ വെറൈറ്റീസ്. മിക്സ്ചർ, നുറുക്ക്, പിന്നെ അമ്മേന്റെ എന്താ അമ്മേന്റെ ഇതുപോലത്തെ വെറൈറ്റി ഒന്നും ഇല്ലല്ലോ. ഞാൻ ആദ്യമായിട്ട് മിക്സർ ഉണ്ടാക്കുന്നത്. എന്റെ വെറൈറ്റീസ് ഒക്കെയാണ് നിങ്ങളുടെ വെറൈറ്റീസ്. അത് കൊള്ളാം. ഇളക്കട്ടെ? ഇളക്കണ്ട, തിരിച്ചങ്ങനെ ഇട്ടാ മതി. ഇതോടുകൂടി അങ്ങനെ കമ്മത്തി. ഓ തെറിക്കാത്ത രീതിയിൽ നോക്കാം. ഞാൻ രണ്ട് സൈഡൂടെ മൂത്തിട്ട് പ്ലേറ്റിൽ കോരി വെക്കുക. ഫുൾ റിപ്പീറ്റ്. ഒരു വട്ടം തിരിക്കണോ? അങ്ങനെയല്ല, അതായത് ഇനി മാവിടുക, ആക്കുക. ഇത് ഇങ്ങനെ എന്നിട്ട് ഇത് നമ്മൾ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പൊട്ടിച്ചെടുക്കാം. കുറച്ചുകൂടെ എണ്ണ വേണോ? വേണ്ട, നമുക്ക് ഇത്രയും സാധനത്തിന് ഈ എണ്ണ മൊത്തം മതി. അപ്പൊ ഇച്ചിരി സമയം എടുക്കും, പക്ഷെ കുറേ ഉണ്ടാക്കണേ നമുക്ക് കുറേ എണ്ണ ഒഴിച്ചിട്ട് പിന്നെ എണ്ണ ബാക്കി വെക്കാലോ. നമുക്ക് എണ്ണ ബാക്കി വെക്കണ്ടെന്നുള്ളത് കൊണ്ട് കണ്ടോ ഏകദേശം ഈ കളർ ആയപ്പോഴേക്ക് നമ്മൾ മാറ്റിയിട്ട് അത് ഫുള്ളായിട്ട് സെറ്റ് ആയിട്ട് കിട്ടുക കേട്ടോ ചെയ്തേ. അല്ലാതെ ഓരോരോ പിക്ചറിന്റെ ഓരോ പൊട്ടുകളല്ല കേട്ടോ. അത് നമ്മൾ പൊടിക്കുമ്പോ ആവും. ആണല്ലേ? റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മളെ മാവ് ഫുള്ള് തീർക്കുക അല്ലേ? ഇനി ഇതേപോലെ ചിലപ്പോ നമ്മളൊരു 5-6 ട്രിപ്പ് ഇട്ട് വരുമായിരിക്കും. ഓക്കെ. നമ്മൾ കുറച്ചും കൂടെ എണ്ണ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പിന്നെ എണ്ണ നമ്മള് ഒഴിവാക്കിയതാ കേട്ടോ, കൂടുതൽ എടുക്കാതെ. പിടിക്കട്ടെ? ഇത് ഫുള്ള് തീർക്കാം അല്ലേ? നോക്കാം. നല്ല ചൂടാട്ടോ. മതി മതി മതി. മതിയോ? റാഹേൽ ഇന്നലെ ഞങ്ങൾ കമ്മലൊക്കെ കുത്തിയാണ് കേട്ടോ. പക്ഷെ ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അയ്യോ എന്നെ അലമ്പായിരുന്നു അറിയുമോ. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടെ നമ്മൾ അടിക്കും ചിലപ്പോ. അതുപോലത്തെ ഒരു വീഡിയോ ആയിരുന്നു. അപ്പൊ മിക്സർ ഉണ്ടാക്കുകയാണെ കരിയാപ്പിലയും വെളുത്തുള്ളി ഒരു നാടൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടി. അത്ര വറുത്താൽ മതിയോ? കരിയാപ്പിലായി, വെളുത്തുള്ളി വേണം ഇഷ്ടോടെ നോക്കട്ടെ. അത്ര മതി വെളുത്തുള്ളി? മതി. കുറെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കുറെ ഇടാം, നമുക്കിത് മതി. ഇതിലേക്ക് നമ്മൾ കടലയും കൂടെ വറുത്തഴിച്ച തൊലിയൊക്കെ പോയ കടലയുണ്ട്. നമ്മളടുത്ത് തൊലി പോയ കടല ആയതുകൊണ്ട് നമ്മൾ അത് ഇടുന്നു അല്ലേ? അത് അധികം ആവണോ ചേച്ചി? അല്ല, ജസ്റ്റ് ഒന്ന് വറുത്താൽ മതി. നമുക്ക് കറുമുറ കടിക്കണ്ടേ. എല്ലാം ഞാൻ ഒറ്റ പാത്രത്തിലേക്ക് ഇട്ടേക്കുന്നത്. ഇനി ഇതിലേക്ക് ഇങ്ങോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മിക്സ്ചർ റെഡി. മിക്സ്ചർ എല്ലാരും മിക്സർ എന്ന് പറഞ്ഞു. ശരിക്കും ഇത് പല സാധനങ്ങളുടെ മിക്സ്ചർ എന്നാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പല സാധനങ്ങൾ, കരിയാപ്പില, ഇത് എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സ് അല്ലേ. അങ്ങനത്തെ സാധനത്തിനെയാണ് നമ്മൾ മിക്സ്ചർ എന്ന് പറയുന്നത് ശരിക്കും. അതാണ് ഇതിന്റെ പേരിന് കാരണം. ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ കുറച്ച് മുളക് പൊടി ഇതിന്റെ മണ്ടയിൽ കൂടെ വിതറിയിട്ടുണ്ട്. ഇതെല്ലാം പൊട്ടിക്കുക. വെരി സാറ്റിസ്ഫാക്ഷൻ. ഇത് ശരിക്കും നമുക്കൊരു 20 രൂപേന്റെ ചെലവ് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെയൊക്കെ. പിന്നെ അങ്ങനെ 20 രൂപ മാത്രം പറയാൻ പറ്റില്ല. ഗ്യാസ്, എണ്ണ, ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടൈം. എനിവേ നമുക്ക് ഒരു പ്ലേറ്റ് മിച്ചർ കിട്ടിയിട്ടുണ്ട് ഒരു 10-20 മിനിറ്റ് കൊണ്ട്. 20 മിനിറ്റ് കൊണ്ട് ഇത്ര മിച്ചറാണ് നമ്മൾ കിട്ടിയത്. ശരിക്കും പൊട്ടിക്കണം അല്ലേ? യെസ്.
പുറത്തോടെയൊക്കെ പോകുന്ന വെച്ച് ഇച്ചിരി വലിയ പ്ലേറ്റിലിടണായിരുന്നു. അശ്ല കഴിഞ്ഞില്ലേ? എങ്ങനെയുണ്ട് സംഭവം? ഓൾമോസ്റ്റ് നമ്മുടെ മിക്സർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം അതിന്റെ ക്രിസ്പിനെസ് എങ്ങനെയുണ്ട്. കുറച്ച് മാത്രം കേൾക്കുന്നു ട്രീന, പക്ഷെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇന്നത്തെ 4 മണിക്ക് ചായ സൂപ്പറാണ്. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോ കാണാം.